Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. RRB ഗ്രൂപ്പ് ഡിയിലെ റീസണിങ്ങിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, RRB ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെ അറിയാമല്ലോ. മാത്സ് ഉണ്ട്, റീസണിങ്, ജനറൽ അവയർനെസ്സും സയൻസും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിലെ മാത്സും റീസണിങ്ങും ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഏതൊക്കെ നേരത്തെ വന്ന ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലാക്കി ആ ഒരു മോഡലിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് കോഡിംഗ് ഡീകോഡിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ തന്നെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ഏരിയ തന്നെ പല തരത്തിലുള്ള കോഡിംഗ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ MFBTF എന്നത് LEASC എന്നും UNISC എന്നത് TMHRD എന്നും എഴുതിയിരിക്കുന്നു. അതായത് ഇതിനെയൊക്കെ ഇങ്ങനെ കോഡ് ചെയ്തേക്കുന്നു എങ്കിൽ ട്രിക്ക് എന്ന് പറയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ TRICK എന്നത് എങ്ങനെ കോഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ലെറ്റേഴ്സ് ആണ്. നമ്മൾ ആൽഫബറ്റ് പറഞ്ഞ ABCD ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെറ്റർ കോഡിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് ചെയ്യാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് A തൊട്ട് Z വരെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അത് കാണാതെ തൊട്ടടുത്തതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ എഴുതണമെന്നില്ല. എന്നാലും ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല, ഒരു കാര്യവുമില്ല. നിങ്ങൾ ആ A തൊട്ട് Z വരെ ഒന്ന് എഴുതിയെടുക്കുക. അതേപോലെ തന്നെ അതിനൊരു നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞില്ലേ 26 അക്ഷരങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ എയുടെ നമ്പർ 1, ബിയുടെ നമ്പർ 2, അങ്ങനെ നമ്പരും കൂടെ. അതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കത് ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ ഒരുമിച്ച് തന്നെ ഒരേ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2-3 കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സും കൂടെ നമ്മൾ എഴുതുക. അപ്പോൾ ഇതിനെ ഒരു നമ്പർ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് നമ്പർ കോഡിങ് ആയിരിക്കും. ആ നമ്പേഴ്സ് ആൽഫബറ്റ് ലെറ്റേഴ്സിൻ്റെ തന്നെ നമ്പേഴ്സ് വെച്ച് കോഡ് ചെയ്തേക്കുമായിരിക്കും. ഇവിടെ ലെറ്റേഴ്സിന് ലെറ്റർ വെച്ച് തന്നെയാണ് കോഡ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ A തൊട്ട് Z വരെ നിങ്ങളൊന്ന് പെട്ടെന്ന് എഴുതിക്കൊള്ളുക. അതേപോലെ നമ്പേഴ്സ്, ഈ ഓരോ ലെറ്റേഴ്സിൻ്റെ നമ്പർ കാണാതറിയാമെങ്കിൽ അങ്ങനെ, ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. എന്നിട്ട് നമുക്കത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാ, MFBTF അല്ലെ. ഇങ്ങനെ ഈ ഒരു വേർഡിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നത്, LEASE അല്ലെ. ഇങ്ങനെ കോഡ് ചെയ്തേക്കുന്നു അല്ലെ. എന്ന് വെച്ചാൽ എമ്മിനെ L വെച്ച് കോഡ് ചെയ്തേക്കുന്നു. അപ്പോൾ ഒന്ന് നോക്കിയേ നിങ്ങൾ, എമ്മും എല്ലും കിടക്കുന്നു നോക്കിയേ. എം ഇത് L, അതായത് തൊട്ട് പുറകിലുള്ളത്, -1 എന്ന് പറയാം അല്ലെ. അടുത്തത് നോക്ക്, എഫിൻ്റെ തൊട്ട് പുറകിലുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബിയുടെ തൊട്ട് പുറകിലുള്ളത്, ടിയുടെ തൊട്ട് പുറകിലുള്ളത് അല്ലെ. അപ്പോൾ നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ ഇത് മിക്സഡ് ആയിട്ട് വരാറുണ്ട്. ആദ്യത്തേത് തൊട്ട് പുറകിലുള്ള എഴുതും, രണ്ടാമത്തേത് തൊട്ട് മുന്നിലുള്ള എഴുതും, പിന്നെ പുറകിലുള്ളത് മുന്നിലുള്ളത്, അങ്ങനെ പല തരത്തിലായിരിക്കും അത് വരുന്നത്. ചിലപ്പോൾ തൊട്ട് 2 എണ്ണം പുറകിലായിരിക്കും, ചിലപ്പോൾ 3 എണ്ണം പുറകിലായിരിക്കും, ചിലപ്പോൾ 3 എണ്ണം പുറകോട്ട് എടുക്കുന്നു, പിന്നെ മുന്നോട്ട് എടുക്കുന്നു, അങ്ങനെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് എഴുതി വെച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ അടുത്തതും കൂടെ ഇത് 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് നോക്കിയേ, യുവിൻ്റെ പുറകിൽ T, എന്നിൻ്റെ പുറകിൽ M അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടേത് ചെയ്യാം. ട്രിക്ക് TRICK, ഇതിൻ്റെ കോഡ് എന്താണ്, ടിയുടെ പുറകിൽ S അല്ലേ. S ആണ്, S വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെട്ടാം. ഓക്കെ, S വെച്ച് തുടങ്ങുന്നതാണെന്ന് മനസ്സിലായി. ഇനി ആറിൻ്റെ പുറകിൽ ഏതാണ്, Q അല്ലേ. Q നോക്കിയേ, ആൻസർ. ഇനി ബാക്കിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇതെല്ലാം വരുത്തുള്ള. ബാക്കി നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഇത് നമുക്ക് വെട്ടാം. സോ ഓപ്ഷൻ 2 ആണ് വരുന്നത് അല്ലേ. XQ നോക്കിയോ, ഐയുടെ പുറകിൽ വരുന്നത് H, സിയുടെ പുറകിൽ വരുന്നത് B, കെയുടെ പുറകിൽ വരുന്നത് J. ക്ലിയർ അല്ലേ. അപ്പം നമ്മൾ നോക്കണം, ഫസ്റ്റ് ലെറ്റർ എഴുതിയപ്പോൾ തന്നെ നമ്മൾ 2 എണ്ണം വെട്ടി, അടുത്ത ലെറ്റർ എഴുതിയപ്പോൾ നമ്മൾ 3ാമത്തെയും വെട്ടി. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധുര എന്നത് JXQEROX എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഹോട്ടൽസിൻ്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നോക്കിയേ, MATHURA, ഇതിൻ്റെ കോഡ് എങ്ങനെയാ, JXQEROX അല്ലെ. ഇങ്ങനെ ഇത് കോഡ് ചെയ്തേക്കുന്നത്. നോക്കിയേ, M
എമ്മിന്റെ എത്ര പുറകിലാണെന്ന് നോക്കിയേ, 1 2 3 അല്ലെ, -3 ആ ചെയ്തേക്കുന്നത്. എമ്മിൽ നിന്ന് 3 എണ്ണം പുറകിലോട്ട്. ഇനി എയുടെ പുറകിൽ എന്ന് പറഞ്ഞാൽ എന്താ, തിരിഞ്ഞിങ്ങനെ പോവുക. ഓക്കെ, എ കഴിഞ്ഞ് 1 2 3 അല്ലെ, എക്സ്. ടിയുടെ പുറകിലേക്ക് എന്താ, 1 2 3 ക്യൂ അല്ലെ, മതി, നമുക്ക് അത്രയും മതി, ബാക്കി നോക്കിയില്ലേലും കുഴപ്പമില്ല. അപ്പൊ മനസ്സിലായി, 2 3 എണ്ണം നോക്കി കഴിഞ്ഞപ്പോ എന്താ, 3 എണ്ണം പുറകിലോട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും നമ്മുടേത് എങ്ങനെ, ഹോട്ടൽസ് അല്ലെ. ഓക്കെ, ആദ്യം എച്ചിന്റെ 3 എണ്ണം പുറകിൽ 1 2 3 ഇ തുടങ്ങുന്നത് അല്ലെ. നോക്ക്, ഇതും വെട്ടിയേ. അടുത്തത് ഓയുടെ പുറകിലോട്ട് എന്താ, 1 2 3 എല്. ഓക്കെ, ടിയുടെ പുറകിലോട്ട് എന്താ, 1 2 3 ക്യൂ. ഏതാ, ഓപ്ഷൻ ബി, ELQ. മറ്റേത് എന്താ, ഐ ആവുന്നത് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്യാറ്റ് എന്നത് ഒരു കോഡ് ഭാഷയിൽ 24 എന്നും റാറ്റ് എന്നത് 39 എന്നും കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാറ്റ് എന്നത് എങ്ങനെ എഴുതാം? അപ്പൊ ഇത് നമ്പർ കോഡിങ് അല്ലെ, നമ്പർ വെച്ചിട്ട് കോഡ് ചെയ്തേക്കുവാണ്. നേരത്തെ ലെറ്റേഴ്സ് തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ എന്താ, നമ്മൾ ഏതൊട്ട് ഇസഡ് വരെ എഴുതുക, അതിന്റെ നമ്പരും കൂടെ എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, ഇതിൻ്റെ നമ്പേഴ്സ് എഴുതി. ഇനി ചില ക്വസ്റ്റ്യനുകളിൽ തിരിച്ചുള്ള നമ്പേഴ്സും ആവശ്യമായിട്ട് വരും. 1 2 3 4 അങ്ങനെ തിരിച്ചുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതാറുണ്ട്. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താ, ക്യാറ്റ് എന്നതിനെ 24 എന്ന് കോഡ് ചെയ്തേക്കുന്നു അല്ലെ. നോക്കിയേ, സി എന്ന് പറഞ്ഞ നമ്പർ 3 ആണ്, എ എന്ന് പറഞ്ഞ നമ്പർ 1 ആണ്, ടി എന്ന് പറഞ്ഞ നമ്പർ എത്ര, 20 അല്ലെ. ഇനി പലതരത്തിൽ നിങ്ങളൊന്ന് നോക്കുക. ഇതിപ്പോ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 24 എന്ന് കിട്ടിയേക്കുന്നത് അല്ലെ. അടുത്ത് നോക്കിയേ, റാറ്റിന്റെ ഏതാ, 18 1. ഇനി ഏതാ, ടി എന്ന് പറഞ്ഞ എത്ര, 20. ക്ലിയർ ആണോ? 39 അല്ലെ കോഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെയാ മാറ്റ് എന്നതിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നതെന്ന് അല്ലെ. എമ്മിന്റെ നമ്പർ 13 +1 + ടി എത്ര, 20. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്ത് വരും, 34. ഓപ്ഷൻ ബി 34. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെ നോക്കുക. അപ്പം നമ്പേഴ്സ് ലെറ്റേഴ്സ് തന്നെയാണെങ്കിൽ അത് ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു വേർഡിലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിസ്റ്റം എന്നുള്ള ഒരു വേർഡ്, അതിനകത്തെ തന്നെ ലെറ്റേഴ്സ് വെച്ച് തന്നെയാണോ കോഡ് ചെയ്തൊക്കെ നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ ME T S Y S എന്താ ആ വേർഡ് അതിനാ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് തന്നെ ഉണ്ടെങ്കിൽ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. വേറെ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് വെച്ച് എന്തെങ്കിലും, അതായത് -3 +3 അങ്ങനെ എന്തെങ്കിലും. അതേപോലെ നമ്പേഴ്സ് വരുവാണെങ്കിൽ ഈ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കി ആ നമ്പരോട് മാച്ച് അല്ലെങ്കിൽ ജസ്റ്റ് തിരിച്ചുകൂടെ ഉള്ളതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സാമിന് തന്നെ ഒന്നിൽ കൂടുതൽ കോഡിങ് ഡീകോഡിങ് എന്നുള്ളത് ചിലപ്പോൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് എഴുതി വെക്കുക. അത് ആ ഒരിടത്ത് തന്നെ നമുക്ക് എന്താ ആ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത ടൈപ്പുള്ള ഒരു കോഡിങ് ഡീകോഡിംഗ് ആണിത്. നോക്കിയേ, അതും വളരെ എളുപ്പം. നേരത്തെ പോലെ നമുക്ക് ആ ABCD ഒന്നും വേണ്ട, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, 154 മീൻസ് ഗുഡ് ആൻഡ് ടേസ്റ്റി. ഓക്കെ, കോഡ് ചെയ്തേക്കുന്നതാണ് 154 എന്നത് ഗുഡ് ആൻഡ് ടേസ്റ്റി എന്നതിനെ കോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അതായത് ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എടുക്കാൻ ഇത് അങ്ങനെ വലിയ അർത്ഥമൊന്നുമില്ല. ഈ ഒരു വേർഡുകളെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഗുഡ് ആൻഡ് ടേസ്റ്റി എന്നുള്ളതിനെ 154, അതായത് ഗുഡിന്റെ 1 ആണ്, ആൻഡിന്റെ 5 ആണ്, ടേസ്റ്റിയുടെ 4 ആണെന്നല്ല. ഗുഡ് ആൻഡ് ടേസ്റ്റിനെ കോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അതേപോലെ സീ ഗുഡ് പിക്ചേഴ്സ് അതിനെ കോഡ് ചെയ്തേക്കുന്നത് 468 എന്നാണ്. ഇനി പിക്ചേഴ്സ് ആർ ഫെയിൻറ്റ് അതിനെ കോഡ് ചെയ്തേക്കുന്നത് 629 എന്നാണ് അല്ലെ. അങ്ങനാണെങ്കിൽ സി എന്ന് പറയുന്നതിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അത് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയേ, ഇതില് കോമൺ ആയിട്ട് വരുന്നത് കണ്ടുപിടിക്കാം. നോക്കിയേ, ഈ 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം. ഫസ്റ്റും സെക്കൻഡും എടുത്താൽ കോമൺ ആയിട്ട് വരുന്നത് എന്താ നോക്കിയേ, ഗുഡ് അല്ലെ. ഗുഡ് സെയിം ആയിട്ട് വരുന്നു. അപ്പൊ രണ്ടിനകത്ത് വരുന്ന നമ്പറുകൾ ഏതാ, കോമൺ 4 അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം ഗുഡിന്റെ കോഡാണ് 4 എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി നോക്കിയേ, ഇനി എന്താണ്ട് ഇത് രണ്ടും നോക്കിയേ, ഈ 2 എണ്ണം നോക്കിയാൽ ഇതിനും തമ്മിൽ കോമൺ ഉള്ള ഏതാ, ദാണ്ട് പിക്ചേഴ്സ് അല്ലെ. പിക്ചേഴ്സ് എന്നുള്ളത് കോമൺ ആയിട്ട് വരും, അതായത് പിക്ചേഴ്സ്. ഇത് രണ്ടും നോക്കിയാൽ ഇത് രണ്ടും കോമൺ ആണ്. അപ്പൊ നോക്കിയേ, ഈ 2 എണ്ണത്തിനകത്ത് ഏതാ കോമൺ വരുന്നത്, 6. അപ്പൊ പിക്ചേഴ്സിന്റെ ആണ് 6.
ക്ലിയർ ആണോ? നമുക്ക് വേണ്ടത് സി ആണ്. നോക്കിയേ, 468 ഈസ് കൊറഡ സി ഗുഡ് പിക്ചേഴ്സ്. അതിനകത്ത് ഗുഡ് 4 എന്ന് കിട്ടി, പിക്ചേഴ്സ് 6 എന്ന് കിട്ടി. അപ്പൊ എന്തായിരിക്കും സി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 8 ആയിരിക്കും. ക്ലിയർ അല്ലേ? 8 മനസ്സിലായോ? അപ്പൊ ഈ കോഡിങ് ഇത് വളരെ എളുപ്പം അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് കോമൺ ഉള്ളത് കണ്ടുപിടിച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് അല്ലെ. ഇൻ എ സർട്ടൺ കോഡിംഗ് ലാംഗ്വേജ് ഹോട്ട് ഫുഡ് ഈസ് ടേസ്റ്റി, അതിനെ കോഡ് ചെയ്തേക്കുന്ന OTFAO SATY അല്ലെ. നമ്പേഴ്സ് വെച്ചിട്ടല്ല, ഇങ്ങനെ 3 ഇത് ഇത്രയും കൂടെ ഒരു കോഡാണ്. OT അതൊരു കോഡാണ്, FAO ഒരു കോഡാണ്, SA ഒരു കോഡാണ്, TY ഒരു കോഡാണ്. അല്ലേ? ഹോട്ട് ഫുഡ് ഈസ് ടേസ്റ്റിയെ കോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ടേസ്റ്റി ഫുഡ് ഈസ് ഗുഡിനെ കോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. മഷ്റൂം ഈസ് ഗുഡിനെ കോഡ് ചെയ്തേക്കുന്നതാണ്ട്. അതേപോലെ ഹോട്ട് ആൻഡ് മഷ്റൂം അതിനെ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ നേരത്തെ പോലെ 2 എണ്ണം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയേ. അതാണ്ട് ഈ 2 എണ്ണം എടുത്തേ, ആദ്യത്തെ 2 എണ്ണം എടുത്താൽ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാ? അതാണ്ട് ഫുഡ് ഈസ് ടേസ്റ്റി അല്ലെ. അതേപോലെ ഫുഡ് ഈസ് ടേസ്റ്റി, ഇത് ഇത്രയും കോമൺ ആ അല്ലെ. 3 വേർഡ്സ് കോമൺ ആ. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഏതൊക്കെയാ കോമൺ വരുന്നേന്ന്? FAO ഉണ്ട്, SA ഉണ്ട്, TY ഉണ്ട് അല്ലെ. അത് കോമൺ ആ. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഈ ഹോട്ടിന്റെ ഉത്തരം എത്ര? OT ആ അല്ലെ. ഹോട്ടിൻ്റെത് OT ആണ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഹോട്ട് ആൻഡ് മഷ്റൂം ആ വേണ്ടത്. അതിനകത്തെ ഹോട്ടിനെ കോഡ് ചെയ്തേക്കുന്ന എങ്ങനെയാന്ന് നോക്കിയേ. ഹോട്ടിനെ കോഡ് ചെയ്തേക്കുന്ന OT. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ആൻസർ എടുക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. മഷ്റൂമിന്റെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. മഷ്റൂമിന്റെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഹോട്ട് കിട്ടിയത് കൊണ്ട് അതിന്റെ ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? മഷ്റൂം കിട്ടണമെങ്കിൽ നോക്കിയേ, ഈ 2 എണ്ണം നോക്കിയേ. ഇത് രണ്ടും ചെയ്താൽ രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിയാൽ ദാണ്ടെ ഈസ് ഗുഡ് അല്ലെ. ഈസ് ഗുഡും ഈസ് ഗുഡും ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാ? TUBO SA അല്ല, TUBO അല്ല, DSAയും DIGOയും അല്ലെ. ഇതാണ്. അപ്പം മഷ്റൂമിന്റെ ഏതാണ്? TUBO. അപ്പം OT ആൻഡ് TUBO ആണ് ഹോട്ട് ആൻഡ് മഷ്റൂമിന്റെ കോഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് കോഡിങ് മനസ്സിലായില്ലേ? അപ്പൊ ഇത് കമ്പയർ ചെയ്തിട്ടുള്ള ആ വേർഡ്സ് ഇതിനകത്ത് വലിയ ലോജിക് ഒന്നും അല്ല ഇതിനകത്ത് ഈ പറയുന്നത്. ജസ്റ്റ് ഇത് ഇങ്ങനെ കോഡ് ചെയ്തേക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്ന് കോഡിങ് ഡീകോഡിങ് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ അറബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ കോഴ്സ് പോകുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ മോക്ക് ടെസ്റ്റുകളും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും ഡെയിലി ടോപ്പിക് റിവിഷനും ലൈവ് ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മുടേത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.